എൻ്റെ നാരങ്ങാക്കള്ളന്മാരെ ഓർമ്മയുണ്ടോ? ഞാൻ അവരെ അറസ്റ്റ് ചെയ്ത് കുപ്പിലൊക്കെ ആക്കിയിട്ട് അതിനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു മാസത്തിൽ മേലെയായി. ഏതായാലും രണ്ടെണ്ണവും തിന്ന് ഒരെണ്ണം ഓൾറെഡി പ്യൂപ്പയായി. അതിനെങ്ങും സ്ഥലം കിട്ടിയില്ല. ഇത്രയും കമ്പും കോലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടും താണ്ട കൊണ്ട് ഇരിക്കുന്നതൊക്കെ എവിടെ നിന്ന് ആ പ്ലാസ്റ്റിക് പാത്രത്തിൽ പിടിച്ച് ഇരിക്കുക. അതെങ്ങനെ ഒരു ഞാണമ്മേ കളി കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ അതിനെയൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ പിള്ളേരുടെ പാമ്പർ മാറ്റുന്ന പോലെ അഴുക്കാകുന്ന അനുസരിച്ച് ഇതിൻ്റെ അപ്പിയും എല്ലാം കോരി കളഞ്ഞ് വൃത്തിയുള്ളൊരു നാപ്കിനൊക്കെ ഇട്ട് പിന്നെയും അടച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ നോക്കിയും ഒക്കെ നമ്മൾ ഇലകൾ ഇട്ട് കൊടുക്കുകയൊക്കെ വേണം. ഞാൻ നാരങ്ങയുടെ ഇല തീർന്നു പോയിട്ട് അടുത്ത കണ്ടൊരു പ്ലാന്റിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്ത് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ കണ്ടവൻ്റെ പറമ്പിൽ ചാടി നാരങ്ങയുടെ ഇല കട്ട് പറിച്ചാണ് ഇതിന് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പം മറ്റേ കാറ്റർപില്ലറും പ്യൂപ്പയായി. അതുങ്ങളെ രണ്ടിനെയും ഞാൻ ബട്ടർഫ്ലൈ ആക്കി തുറന്ന് നമ്മുടെ ഗാർഡനിൽ തന്നെ തിരിച്ചു കൊണ്ട് വിട്ടു. അന്നേരം നോക്കുമ്പോൾ മൂന്നാമത്തെ ആളെ കണ്ടില്ല. 2 ദിവസമായിട്ട് കാണുന്നില്ലായിരുന്നു. പിന്നെ തപ്പിയപ്പം ആ ജിമ്മിൻ്റെ അകത്ത് തന്നെ സൈഡിൽ കിടന്നു. അതിനെ പിന്നെ എടുത്ത് കമ്പൊക്കെ കയറ്റി വെച്ചിരുന്നു. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതും 2 ആഴ്ച കഴിഞ്ഞു. ഇപ്പം ഇതും ബട്ടർഫ്ലൈ ആയി. നമ്മളിപ്പോൾ അതിനെയും തുറന്ന് വിടുവാണ്. അപ്പം നമ്മുടെ ജയിൽവാസം എല്ലാം കഴിഞ്ഞ് ഇവരെയൊക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ ഗാർഡനിലോട്ട് തുറന്നു വിട്ടിട്ടുണ്ട്. തിരിച്ച് ഇതേപോലെ തന്നെ കാറ്റർപില്ലറായിട്ട് ശല്യങ്ങളായിട്ട് തിരിച്ചു വരും ബട്ടർഫ്ലൈ ആക്കാൻ.